മൈലം പഞ്ചായത്തിൽ നവീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുന്ന കാരൂരിലെ കളിസ്ഥലം മന്ത്രിമാരായ വി അബ്ദുറഹ്മാനും കെ എൻ ബാലഗോപാലും സന്ദർശിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കായിക വകുപ്പ് സംഘടിപ്പിക്കുന്ന കിക്ക് ഡ്രഗ്സ് സേ-2 സ്പോർട്സിന്റെ ഭാഗമായാണ് കളിസ്ഥലം നിർമ്മിക്കുന്നത്. കേരളം വളരെ ഗൗരവത്തോടെയാണ് കായിക രംഗത്തെ സമീപിക്കുന്നതെന്നും പുതുതലമുറയെ ലഹരിക്ക് വിട്ടുകൊടുക്കാതെ ജീവിതത്തിലേക്ക് തിരിച്ചുപിടിക്കാൻ കായിക പ്രവർത്തനങ്ങൾക്ക് കഴിയുമെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. സംസ്ഥാനത്തെ ഓരോ പഞ്ചായത്തിലും കളിക്കളങ്ങൾ നിർമ്മിക്കുക സർക്കാർ നയമാണെന്നും കൊട്ടാരക്കരയിൽ 8 ഇടങ്ങളിൽ നിർമ്മാണം നടക്കുകയാണെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു. MLA-മാരുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇതിനായി പണം കണ്ടെത്താം. യുവതയെ കായിക രംഗത്ത് സജീവമാക്കുന്നതിലൂടെ ലഹരി വ്യാപനം ഫലപ്രദമായി ചെറുക്കാമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. MLA-മാരുടെ ആസ്തി വികസനത്തിന്റെ ഭാഗമായിട്ടുള്ള ഫണ്ട് തന്നെ വെച്ചിട്ടാണ് പ്രവർത്തനം നടക്കുന്നത്. എല്ലാ സ്ഥലത്തെയും പ്രവർത്തനങ്ങൾ ഇവിടെ കുളം ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് നീന്തൽക്കുളവും സൗകര്യങ്ങളും വരും. ബാക്കി സ്ഥലത്ത് നല്ല സൗകര്യം എന്ന നിലയിൽ വരുന്ന തരത്തിലേക്കാണ് ഇത്. എല്ലാ സ്ഥലത്തും 8 സ്ഥലത്തും ഇത് വരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വന്നു കഴിഞ്ഞാൽ അവിടെ മാത്രം നമുക്ക് നിർത്താൻ പറ്റില്ല. കൂടുതൽ ചെറിയ ചെറിയ കളിക്കളങ്ങളായും വേണം, കുറച്ചുകൂടി കൂടുതൽ വേണം. അതെല്ലാം ചെയ്യാനുള്ള കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന നല്ല ഒരു പദ്ധതിയിട്ട് സ്പോർട്സ് എക്കോണമി പ്രത്യേക പ്രാധാന്യത്തോടുകൂടി കൊണ്ടുപോവുകയാണ്. മൈലം പഞ്ചായത്തിലെ കാരൂരിൽ 2 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുകയാണ്. ഇൻഡോർ സ്റ്റേഡിയം, ഷട്ടിൽ കോർട്ട്, ഫെൻസിംഗ്, ചുറ്റുമതിൽ, ഡ്രെയിനേജ് സംവിധാനം എന്നിവ നിർമ്മിക്കുന്നതിനോടൊപ്പം കുളം, ഗ്രൗണ്ട് നവീകരണം എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടുന്നു. ചടങ്ങിൽ മന്ത്രിമാർ ഫുട്ബോൾ, ക്രിക്കറ്റ് കിറ്റുകൾ മണ്ഡലത്തിലെ സ്പോർട്സ് ക്ലബ്ബുകൾക്ക് വിതരണം ചെയ്തു. നമ്മുടെ ബന്ധുക്കൾ, വിദ്യാർത്ഥികൾ ഇവരെയൊക്കെ തന്നെ ഏതെങ്കിലും രീതിയിൽ രാസലഹരിയിലേക്ക് അവർ പോകുന്നുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി അതിനെ ചെറുക്കുക. രാസലഹരിയുടെ വിൽപ്പനക്കാരായിട്ടുള്ള അവരുടെ കണ്ണുകളെ തകർക്കുക. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങളുണ്ടെങ്കിൽ അത് പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുക. തുടങ്ങിയിട്ടുള്ള ധാരാളം മെസ്സേജുകളാണ് നിങ്ങൾക്ക് നൽകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഇന്ന് ലഹരിക്കെതിരായിട്ടുള്ള പൊതുസമൂഹം ഉണർന്നു പ്രവർത്തിക്കുന്നു. മൈലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജിനാഥ്, പഞ്ചായത്ത് സെക്രട്ടറി വിജയൻ, സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി, വൈസ് പ്രസിഡന്റ് MR രജിത്ത്, ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് എക്സ് ഏണസ്റ്റ്, സ്പോർട്സ് കൌൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ലേഖ, രഞ്ജു സുരേഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.